ആര്യ, ബണ്ണി, ഹാപ്പി തുടങ്ങിയ അല്ലു അർജുൻ സിനിമകൾ ഖാദർ ഹസൻ മൊഴിമാറ്റി മലയാളത്തിലേക്ക് എത്തിച്ചപ്പോൾ അതൊരു പുതിയ ട്രെൻഡിന് തുടക്കമായി. പണ്ടും വളരെ പണ്ടുമൊക്കെ മലയാളത്തിലേക്ക് മൊഴിമാറിയ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്ത ട്രെൻഡായി മാറി. കാരണം ഈ ജിസ്മോൻ എന്ന് പറയുന്ന ഇന്നത്തെ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ് അല്ലു അർജുൻ മലയാളം സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അല്ലു അർജുനായി മാറി അല്ലു അർജുൻ. പിന്നെ ഒരുപാട് മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഡബ്ബിംഗ് ഡയറക്ടേഴ്സ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ അവർ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള മലയാളം ഡബ്ബിംഗ് സിനിമകൾ വരുന്നത്. ഉദാഹരണത്തിന് ശ്രീജ രവിയെ പോലുള്ള അഭിനേത്രിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടുള്ള അവരെ പോലുള്ള ഒരുപാട് കലാകാരികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മങ്കമ്പ് ഗോപാലകൃഷ്ണനായിരിക്കും മിക്ക മൊഴിമാറ്റ ചിത്രങ്ങളുടെയും സംഭാഷണങ്ങൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് കുറേ ക്വാളിറ്റിയുള്ള നല്ല നിലവാരമുള്ള മലയാളം മൊഴിമാറ്റ സിനിമകൾ കാണാൻ അങ്ങനെ പറ്റി. ഇപ്പോൾ OTT-യിലൊക്കെ എല്ലാ ഭാഷകളിലും സിനിമകൾ കാണാൻ പറ്റുമല്ലേ. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഇത്തരം സിനിമകൾ, നല്ല സിനിമകൾ വരുമ്പോൾ തീരെ നിലവാരമില്ലാത്ത ഒഴിമാറ്റ സിനിമകളും വരാറുണ്ട്. അത് കുറേ ആളുകൾ അതിൽ കൈവെക്കുന്നത് കൊണ്ടാണ്, ഇതിനെപ്പറ്റി വലിയ പിടുത്തമില്ലാത്ത ആൾക്കാർ കൈവെക്കുന്നത് കൂടി കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അത്തരം സിനിമകളൊക്കെ ട്രോളിനിരയായിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു മൊഴിമാറ്റ സിനിമയ്ക്ക് ശബ്ദം കൊടുക്കാൻ ട്രൈ ചെയ്യുകയാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കാം, നമുക്ക് മൊബൈലിലാണ് ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കുക. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തോഴ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ സീൻ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൊഴിമാറ്റി ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് ആദ്യം ആ സീനൊന്ന് കാണാം. கேட்ட உடனே இவ்வளோ உண்மையை சொன்ன உங்களுக்கு அவர் உண்மையை சொல்லணும் சார், இல்லைனா என் மனசு தாங்காது சார். என்ன? அந்த பெயிண்டிங்கை வரைஞ்சது நான் தான் சார். நீங்கள் சொல்கிற வரைக்கும் சத்தியமாக அவ்வளோ விஷயம் இருக்குன்னு தெரியவே தெரியாது சார். என் பெயிண்டிங் எடுத்துக்கிட்டது மட்டும் இல்லாமல் எடுத்து சொன்னீங்க பாருங்கள், ரொம்ப தேங்க்ஸ் சார். வரேன் സാർ. ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കേട്ടപാട് ഇത്രയും സത്യങ്ങൾ പറഞ്ഞ നിങ്ങളോട് എനിക്കൊരു സത്യം പറയണം സർ, ഇല്ലെങ്കിൽ എൻ്റെ മനസ്സ് താങ്ങില്ല. എന്താ? ആ പെയിന്റിങ് വരച്ചത് ഞാനാ സർ. അതിൽ അത്രയും അർത്ഥമുള്ള കാര്യം സാർ പറയുന്നവരെ എനിക്കറിയില്ലായിരുന്നു. പെയിന്റിങ് വാങ്ങിയത് കൂടാതെ എല്ലാം പറഞ്ഞു തന്നല്ലോ സർ. ഒരുപാട് നന്ദി സർ. വരട്ടെ സർ. അപ്പോൾ ഈ വീഡിയോ ഇത്രയും സമയം കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.